ഇന്നത്തെ വർക്ക് നമുക്ക് ഈ ഒരു തെർമോക്കോൾ ഷീറ്റിൽ ചെയ്താലോ? ഇതെൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വർക്ക്. ഹിന്ദി സ്വരാക്ഷരങ്ങളും ചിഹ്നങ്ങളും അവൾക്ക് ഒരു ചാർട്ട് ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു A4 ഷീറ്റിലോ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടൊരു വീഡിയോ ആണ് ഈ ഒരു വർക്ക് എന്നെ ചെയ്യാൻ പ്രചോദിപ്പിച്ചത്. അപ്പോൾ താങ്ക് യു കേട്ടോ. ആളുടെ പേരോ ഒന്നും അറിയില്ല, എന്തായാലും എപ്പോഴെങ്കിലും ഈ വീഡിയോ കാണുമെങ്കിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ തെർമോക്കോൾ ഷീറ്റിൽ ഞാനൊരു മീനിൻ്റെ ചിത്രമാണ് വരച്ചത്. ഏകദേശം ഒരു മീനിൻ്റെ ഒരു രൂപം ഒരു ഐഡിയക്ക് അനുസരിച്ച് വരച്ചു. എന്നിട്ട് റെഡും യെല്ലോവും മിക്സായിട്ട് കളർ ചെയ്തു. അതിനുശേഷം ചെയ്യുന്നത് ഒരു A4 ഷീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൽ റൗണ്ടിൽ വെട്ടിയെടുത്തു. എത്ര ലെറ്റർ നമുക്ക് വേണോ അത്രയും എണ്ണം റൗണ്ട് വെട്ടിയെടുത്തു. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് മീനിൻ്റെ വാലിൻ്റെ ഭാഗത്ത്, ബോഡി പാർട്ടിൽ അത് മുഴുവനായിട്ടും കൊള്ളില്ല എന്ന് അറിയുന്നതുകൊണ്ട് വാലിൻ്റെ ഭാഗത്ത് അവ ഓരോന്നും ഒട്ടിച്ച് വെച്ചു. അതിൽ ലെറ്റർ എഴുതി വെച്ചു, ഓരോ അക്ഷരങ്ങളും എഴുതി വെച്ചു. ഇനിയാണ് കാണേണ്ടത് ഈ അക്ഷരങ്ങളുടെ ഉള്ളിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കാണാം. മറ്റൊന്നുമല്ല, അതിൻ്റെ ചിഹ്നങ്ങളും കേട്ടോ. കണ്ടോ, ഓരോ അക്ഷരങ്ങളും തുറന്നാലും അതിൻ്റെ ചിഹ്നങ്ങളുണ്ട്. ഇങ്ങനെ നമുക്ക് മലയാളവും ചെയ്യാം. എന്തായാലും ഈ ഒരു വർക്ക് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എൻ്റെ മോൾക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് എൻ്റെ മോനും പറഞ്ഞിട്ടുണ്ട് അവനും വേണമെന്ന്. പക്ഷേങ്കിൽ സ്പൈഡർമാൻ്റെ ചിത്രത്തിലാണ് വേണ്ടതെന്ന് പറഞ്ഞു. നോക്കാം. എനിക്ക് സ്പൈഡർമാനെ വരയ്ക്കാൻ അറിയില്ല, വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വരച്ചിട്ട് ഞാൻ ഉറപ്പായിട്ടും അവനും ഇങ്ങനൊരു വർക്ക് മലയാള അക്ഷരങ്ങൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പറ്റുമെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കുട്ടികളെ അക്ഷരങ്ങളും ചിഹ്നങ്ങളും പഠിക്കാനുള്ള എളുപ്പവഴിയല്ല, അതിലേക്കൊരു ഇൻട്രസ്റ്റ് കൊടുക്കാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും. ബൈ.